നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മുടെ കുട്ടി മേയറുടെ കോപ്രായങ്ങളാണ് വളരെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ്സ് വന്നിരിക്കുന്നു. അതിൽ യദുവിൻ്റെ ആ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാനായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നു. ഈ തുടക്കം മുതൽ ഈ മേയറമ്മയും ഭർത്താവും ഒക്കെ പറയുന്ന മുഴുവനും നുണയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? അത് അവർക്ക് ഇതുവരെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഈ പറഞ്ഞ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെടുകയില്ല, ഒരിക്കലും ബോധ്യപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. തിരിച്ചറിവ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയ പാടാണ്. ഇപ്പം വലിയൊരു ഉദാഹരണമായിട്ട് അമേരിക്കയുടെ ബിൽ ക്ലിന്റന്റെ കാര്യം അറിയാമല്ലോ. ബിൽ ക്ലിന്റൺ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, മോണിക്ക അതെ അദ്ദേഹം കള്ളം പറഞ്ഞു എന്നുള്ളതായിരുന്നു ചെയ്തെന്ന് പറഞ്ഞാലും ജനങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. അദ്ദേഹം കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. അതൊരു വലിയൊരു കാര്യമാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത കള്ളം പറയുന്നു, അതും പൊളിയുന്നു, അത് മറയ്ക്കാൻ വീണ്ടും വരുന്നു. ഒരിക്കൽ പോലും ഇവർ സമ്മതിക്കുന്നില്ല ഇങ്ങനൊരു പിഴ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മഹത്വം കൂടത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇനി ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. അപ്പോൾ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് റഹീം വരുന്നു, അത് ചീറ്റുന്നു, പൊളിയുന്നു. ഇന്നലെ ഷിജു ഖാൻ വരുന്നു. അപ്പം അവരുടെ ഭൂതകാലവും കൂടെ ഇതിനകത്ത് ആളുകൾ ഒഴിച്ച് ചെയ്യും. അപ്പം റഹീമിനെ പറ്റി ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല. ഒരു അധ്യാപിക തന്നെ, വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു അധ്യാപിക തന്നെ പറഞ്ഞിട്ടുള്ള കേസുണ്ട്. എനിക്ക് ആ ദിവസങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭീകര ദിവസങ്ങളാണ്. എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ചു അങ്ങനെ ചെയ്തു. ആരാ പ്രതിസ്ഥാനത്ത്? റഹീമോ? അന്ന് ഇപ്പം അഖിലേന്ത്യാ പ്രസിഡന്റ്, അന്ന് ഡിവൈഎഫ്ഐ നേതാവ്. അപ്പൊ SFI ഉള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വാക്കാലല്ല പ്രവൃത്തി ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതേപോലെ തന്നെ ഷിജു ഖാൻ എന്താണ് സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അനുപമ എന്ന് പറഞ്ഞൊരാള് അവിടെ കുട്ടിയെ എടുത്ത് അവളറിയാതെ വേറെ കൊണ്ട് വിറ്റെന്നോ കൊടുത്തെന്നോ പറഞ്ഞു. പിന്നെ അത് തിരിച്ചു കിട്ടണം, മറ്റൊരാളെ കെട്ടി. ഇതിനെയൊക്കെ പ്രതിസ്ഥാനത്ത് പറഞ്ഞിട്ടുള്ള ആരാണ്? ഇതൊക്കെ കൂട്ടിയിരുന്ന ആൾ ഷിജു ഖാൻ. അപ്പൊ ഇവരൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് സ്ത്രീപക്ഷത്തെ പറ്റി അങ്ങ് പറഞ്ഞേക്കുക. അല്ല, ഇവിടെ ഇവർക്ക് ഈ നിക്കക്കള്ളില്ലാതെ വന്നു. ആദ്യത്തെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു. ഈ യദു മദ്യപിച്ചില്ലെന്ന് മനസ്സിലായി. ഇവരാണ് പ്രശ്നമുണ്ടാക്കിയെന്ന് മനസ്സിലായി. ഈ MLA ബസ്സിനുള്ളിൽ കയറി അത് ആലോചിക്കണം, 15 പേര് ടിക്കറ്റ് എടുത്ത ആളുകൾ ഇറക്കി. അതിനെന്ത് അധികാരം MLA ഉണ്ടെന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ഈ പോലീസ് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങി അവിടെ ചില കാര്യങ്ങൾക്ക് അവസാനം ഇത് തിരിച്ചടിയായി വന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു ഇരവാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ന് അപ്പോൾ ഈ മേയർ മാത്രമല്ല, റഹീം വരുന്നു, ഷിജു ഖാൻ വരുന്നു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ, ജില്ലാ നേതാക്കന്മാർ എല്ലാം വരികയാണ്. ചോദിക്കുന്നത് ഒരു പെൺകുട്ടിക്കെതിരെ ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ പ്രതികരിക്കേണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ഉത്തരം? അല്ലെ, ഇത് സാധാരണ മറ്റൊരു കൂട്ടരുടെ പ്രധാന പരിപാടിയാണ്. ഇങ്ങനെ പെട്ടെന്ന് കഴിയുമ്പോൾ ഇരവാദം കൂടെ പറഞ്ഞോളൂ. അതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ എപ്പോഴും ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അപവാദം ഇത് എല്ലാ കേസിലും ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ള. ഈ യദുവിന് നേരെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു നിയമത്ത്. അപ്പോൾ ഇവർ അന്നത്തെ FIR പൊക്കിക്കൊണ്ടുവന്നു. യദു ഇതിനു മുമ്പും പ്രശ്നക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനുശേഷം ഇത് പോലീസായി, കേസായി. അതിനുശേഷം കോടതി ചെന്നപ്പം കോടതി വിധി എന്തായിരുന്നു? കോടതി ചെന്നപ്പം ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് പാർട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കേസ് യദുവിനെതിരെ കൊടുത്തത്. അത് അവിടുന്ന് കോടതി തീർപ്പായ കേസാണ്. അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നു. പിന്നീട് മറ്റൊരു കള്ളം നോക്കുക. ഈ മേയർ ആര്യ പറയുന്നു KSRTCയുടെ ബസ്സിൻ്റെ നമ്പർ നമുക്കറിയാം KL 15 വേറൊരു KL 23 എന്ന് പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ ഒരു ബസ്സിൽ ഡ്രൈവറായിരുന്ന സമയത്ത് മോശമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ബസ്സിന്റെ നമ്പർ പോലും തെറ്റാണ്. KL 23 എന്ന് പറഞ്ഞ നമ്പറില്ല, KL 15. അപ്പൊ അതുപോലും അറിയാൻ തിരിച്ചറിയാത്ത ഒരാളാണ് തിരുവനന്തപുരത്തിന്റെ മേയർ. ഇതിനേക്കാളും വലിയൊരു രസം ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ കണ്ടത്, ഈ ഷിജു ഖാനൊക്കെ ഈ യദുവിനെ, അതായത് മാനസികമായി തകർക്കുന്ന രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന പീഡന വീരൻ എന്ന് നിരന്തരമായി പറയണം. അപ്പോൾ ഈ യദുവിൻ്റെ ഒരു മറുപടി ഉണ്ട്. അത് അങ്ങയുടെ പാർട്ടിയിൽ പീഡന വീരന്മാരും ഇല്ലല്ലോ, അങ്ങയുടെ പാർട്ടിയിൽ പീഡനക്കാരില്ലാത്ത ആളാണല്ലോ. എന്തൊരു ഗതികേടാണ്, ഇങ്ങനെ ഇരന്നു വാങ്ങുക നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസ് റൂമിനകത്ത് CCTV ക്യാമറ വെച്ച മഹാന്മാരാണ്. കണ്ണൂരില് വലിയ നേതാക്കന്മാരുടെ ചെറുമക്കളെയും മരുമക്കളെയും പീഡിപ്പിച്ച ആളുകളുണ്ട്. നമുക്ക് പേര് പറയുന്നത് കുഴപ്പം. PK ശശി, ഗോപി കോട്ടമരിക്കൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പം ഗോപി കോട്ടമരിക്കലിന്റെ ഓഫീസ് റൂമിലാണ് ഇവര്
സഹാക്കന്മാരെ കൊണ്ട് CCTV ആലപ്പുഴയിൽ പിടിച്ചത്. ആലപ്പുഴയിൽ നീലചിത്രം നിർമ്മിച്ച സാധാരണ ഏതാണ്ട് 32ഓളം സഹാത്തികളുടെ ദൃശ്യം നഗ്ന ദൃശ്യമാണ് അവിടെ പിടിച്ചത്. അവിടെ വലിയ വിഷയമാണ്. എന്നിട്ട് ഒരു പാർട്ടിയിൽ വളരണമെങ്കിൽ വഴങ്ങണം എന്ന് പറഞ്ഞ നേതാവുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഒരു വക്താവിനെ ഭയങ്കര വീരോടെ വാദിക്കുന്ന ഒരു വക്താവിനെ തൃശ്ശൂർ വൈശാഖൻ എവിടെ എന്താ കാരണം എന്നറിയോ? തൃശ്ശൂരുള്ള വേറൊരു സഖാത്തിക്കെതിരെ പീഡനാരോപണമാണ്. എവിടെ ഇപ്പൊ പുള്ളിയോടെ എന്തൊരു വീരോടെ വായിച്ചുകൊണ്ടിരുന്ന വിളിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ, ഫാസിസം, RSS, BJP, മോദി, എവിടെ ആളവിടെ? ഇതന്നെ സംഭവം. അപ്പൊ ആ പാർട്ടിയുടെ കൂട്ടത്തിൽ ഈ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന സകല എണ്ണത്തിനെ നോക്കുക. അതെ, അല്ല തീർച്ചയായിട്ടും ആ യദുവിന്റെ ചോദ്യത്തിന് ഈ ഷിജുഖാനായിട്ട് മറുപടിയില്ല. അതെ, യദു മുണ്ടുപൊക്കി കാണിച്ചെന്നാണ് പറയുന്നത്. യദു പറയുന്നത് ഞാൻ മുണ്ടല്ലോ എടുക്കുന്നത്, ഞാൻ പാൻറ്റാണ് എടുക്കുന്നത്. ഞാൻ പാൻറ് എടുക്കുന്നത് ഞാൻ എങ്ങനെ മുണ്ടുപൊക്കി കാണിച്ചത്? ഈ പാർട്ടിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഇങ്ങനെ നിരന്തരമായി പൊതുസമൂഹത്തിൽ നാറാൻ കഴിയുന്നത്? പറ്റത് പ്രത്യേകിച്ച് ഈ മേയർ ആര്യ രാജേന്ദ്രൻ അവരൊരു ചെറുപ്പക്കാരിയാണ് അല്ലേ? കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ഇത്രയും വലിയൊരു പദവി ലഭിച്ച ആളാണ്. അതിനെ മാന്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം ഇങ്ങനെ നിരന്തരമായി അപഹാസ്യമാവുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. രഞ്ജിത്തിന് അറിയാമോ, നമ്മുടെ ഇന്ത്യയിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ഒന്നാമത് രാഷ്ട്രപതിയാണ്. ആ പട്ടികയിൽ 8ാമത് വരുന്ന ആളാണ് മേയർ. അതായത് പ്രോട്ടോകോൾ അനുസരിച്ച് MPയെക്കാളും മുകളിലാണ് ആ സ്ഥാനം. മറ്റ് വിശാലമായിട്ടുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതേപോലെ തന്നെ ആ നഗരത്തിന്റെ ഗതാഗത സംവിധാനം, മറ്റു കാര്യങ്ങളെല്ലാം ഇവരാണ് എന്ത് ചെയ്യുന്നത്, നഗര ആസൂത്രണം തുടങ്ങിയ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇവരെന്തിനാണ് ഈ ചെറിയ പ്രായത്തിൽ നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സമയം തൊട്ടേ ഉണ്ടായിരുന്നു. പിൻസീറ്റ് ഡ്രൈവിംഗ് നമുക്കെല്ലാവർക്കും അറിയാം. ആനാവൂർ നാഗപ്പനെ പോലുള്ള ആളുകൾക്ക് ബാക്കിലിരുന്നുകൊണ്ട് ഈ മുന്നിൽ നിയന്ത്രിക്കാം, മുന്നിൽ ആര്യയെ കാണിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു ഇതാണ്. പല വിഷയത്തിലും ഇവർ വിവാദത്തിൽ ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും ഞാൻ പറയുന്നത് 5 പൈസയുടെ ബുദ്ധിയോ ഒരു കഴഞ്ച് വിവേകമോ എന്താ പറയുക, ഒരു വിവേചന ബുദ്ധിയോ ഇല്ലാത്ത വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, ഇവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കൂടി, ഞാൻ പറഞ്ഞത് ഇവരൊരു വിവാദത്തിലും ചെന്ന് ചാടില്ലായിരുന്നു. കാര്യം ഇവരിങ്ങനെ ഓരോ വിവാദത്തിലും ചെന്ന് ചാടുമ്പോൾ ഇവരുടെ ഭൂതകാലമാണ് സോഷ്യൽ മീഡിയ ആളുകൾ ചികഞ്ഞ് വെളിയിലിടുന്നത്. ഇവിടെ വേറൊരു ചെറുപ്പക്കാരൻ്റെ കാര്യം, നമ്മൾ അവരുടെ ആ വ്യക്തിപരമായ കാര്യത്തിലൊന്നും പോകണ്ട, അതൊക്കെ ആളുകളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ സംഗതി സഹിതം ആളുകൾ കുത്തിപ്പൊക്കിയിടും. തീർച്ചയായിട്ടും. പൊങ്കാലയ്ക്ക് പൊറോട്ട മേടിച്ചതിന്റെ കള്ളക്കണക്ക് എഴുതിയതിന്റെ കേസ്, അതേപോലെ തന്നെ കല്ല് മാറ്റിയതിന്റെ കണക്ക്, അതേപോലെ പണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ചോദിച്ചതിന്റെ ഒരുപാട്. അപ്പോൾ ഇത് ബോധപൂർവമായിട്ട് ചെയ്യുന്നത് അല്ല. ഈ സംഭവം ബോധപൂർവമായിട്ടാണ് ഈ ബസ്സിൽ കാണിച്ചത്, കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ അത് തിരിച്ചടിയായി, ചീറ്റിപ്പോയി. പക്ഷെ അവിടെയും ഇവർക്ക് രാജേഷ് ആദ്യം പറഞ്ഞതുപോലെ ഇവർക്ക് കൃത്യമായി അതിൽ നിന്ന് കൃത്യമായിട്ട് ഊരാമായിരുന്നു. ആ സാഹചര്യത്തിൽ നമുക്കൊരു പെട്ടെന്നുള്ളൊരു പ്രകോപനം മൂലം അല്ലേ, സ്വാഭാവികമായി എൻ്റെ സഹോദര ഭാര്യയോട് ഇങ്ങനെ ഒരു ചേഷ്ട കാണിച്ചു എന്നുള്ള രീതിയിൽ ഞങ്ങളൊരു വൈകാര്യമായി ഇടപെട്ട് പോയതാണെന്ന് പറയാം. അതാരും വിശ്വസിക്കില്ല. നമുക്കറിയാം, KSRTC ബസ്സിന്റെ ഡ്രൈവറുടെ ക്യാബിനറിയാം. അവിടെ ഇരുന്നുകൊണ്ട് കാറ് വരുന്ന ഒരാളെ കാണിക്കുക, അത് മുന്നിലാണട്ടെ പുറകിലാട്ടെ, മുന്നിൽ കൂടെ പോകുന്ന ആൾ തിരിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഡ്രൈവറെ കാണാൻ പോലും പറ്റില്ല. കാര്യം ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അകത്തിരിക്കുന്നവർ എന്താണ് കാണിക്കുന്നത്? കൈരളി അന്നേ ദിവസം തന്നെ, അതായത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പുറത്തേക്ക് എറിഞ്ഞൊരു കവർ, അത് കപ്പലണ്ടിയുടെ കവറാണ്. എന്നിട്ട് അന്നേ ദിവസം തന്നെ ഇയാളെ പോലീസ് കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്നുണ്ട്. അന്ന് ആള് മദ്യപിച്ചിട്ടില്ല. അപ്പോൾ അവിടെ അത് പൊളിയാണ് ചെയ്തത്. അപ്പോഴാണ് ഇയാൾ സ്വഭാവ ദൂഷ്യമുള്ള ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ പഴയ കേസ് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ കേസിലും ഇയാളെ ഇങ്ങനെ ആക്കി തരാം, ഇതേ പാർട്ടി തന്നെ പറഞ്ഞിട്ടാണ് ആക്കിയത്. അപ്പോൾ ഇത് പാർട്ടിയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. തങ്ങളുടെ എതിരാളികൾക്കെതിരെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഈ യദു RS കാരനാണ്, ഷിജുഖാൻ പറയുന്ന RSS കാരനാണ്, BJP കാരനാണ്, നേരത്തെ പറഞ്ഞ ഇയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവർ പറയുന്നത് അയാൾ CPM വിരുദ്ധനാണ്, CPM ഇതര പാർട്ടിയിലുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരുത്തനെ അംഗീകരിക്കാൻ പാടില്ല, അവന് ജോലി വേണ്ട, മെയ് ദിനത്തിൽ അവന്റെ ജോലി തെറിപ്പിക്കാനുള്ള എല്ലാ നടപടികളും. അവന്റെ പേര് യദു എന്നല്ലേ? അതെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവൻ ഹൈന്ദവനായിരിക്കുമല്ലോ. അപ്പൊ അവൻ RSS ആയിരിക്കും എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ അവർക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ KK ശൈലജ ഇപ്പൊ ആരാണ് അവിടെ? കാഫിറിന് വോട്ട് കൊടുക്കണമെന്നാണ് അവിടെ ചോദിച്ചത്. തീർച്ചയായിട്ടും ഇത് നാളെ ഇതേ സംഗതി ഇവർക്ക് നേരെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഇവർ അറിയുന്നില്ല. നിങ്ങൾക്ക് ഹൈന്ദവ നാമമാണോ ഉള്ളത്? നിങ്ങൾ BJP ആണ്, RSS ആണ്. ഈ ഒരു സംഗതി ഇവർ തന്നെ കൊണ്ടുവരുന്നു, അവസാനം അവർക്കിട്ട് തന്നെ തിരിച്ചു കിട്ടുന്നു. ഷാഫിക്കല്ലേ വോട്ട് കൊടുക്കണം, ഷാഫി ദീനിയാണ്. ഇത് നമ്മളാരും പറഞ്ഞതല്ല, RSS പറഞ്ഞതല്ല, BJP പറഞ്ഞതല്ല, സംഖ്യകളാരും പറഞ്ഞതല്ല. ഇത് ലീഗിന്റെ ഗ്രൂപ്പുകളിൽ അവർ പ്രചരിപ്പിച്ചാണ്. ഷാഫി ദീനിയാണ്, ഷാഫിക്ക് കൊടുക്കണം വോട്ട്.
വോട്ട്. മറ്റത് എത്ര നല്ലതെന്ന് പറഞ്ഞാൽ അത് കാഫിറാണ്, കൊടുക്കാൻ പാടുണ്ട്. അതെ, അവിടെ ഇരവാദം കൊണ്ട് ഇവർ ചെല്ലിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ തൊട്ട് മുമ്പൊരു വാർത്ത വന്നതാണ്, നമ്മുടെ PMA സലാം നമ്മുടെ ഗണേഷിനെതിരെ വലിയ ആക്ഷേപമായിട്ട് വന്നു. മലപ്പുറത്തെ പരാമർശിച്ചുകൊണ്ട്, മലപ്പുറത്തെ ആരും പരാമർശിക്കാൻ പാടില്ല. മലപ്പുറത്തെ പരാമർശിച്ചാൽ അതൊരു അത് പ്രത്യേക ഇതാണ്. മലപ്പുറം പ്രത്യേക രാജ്യമാണ്, പ്രത്യേക അധികാര പരിധിയുള്ള സ്ഥലമാണ്, കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് ഇവരൊക്കെ കരുതുന്നത്. മലപ്പുറത്തെക്കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. എങ്കിൽ അത് വേറെ രീതിയിലാണ്, വേറെ അസുഖമാണ് മലപ്പുറത്തെ. വേറൊരു കാര്യം മലപ്പുറത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്, ഇതുമായിട്ട് ബന്ധമില്ല എന്നാലും പറയുകയാണ്. ഗൾഫ് നാടുകളിൽ നമ്മളിവിടെ പ്രവാസി എന്ന് പറയുമ്പോഴേ ആളുകളുടെ വിചാരം ഗൾഫ് ആണ്. അപ്പം അമേരിക്ക അല്ലെങ്കിൽ അവിടെ മറ്റുള്ള രാജ്യത്ത് ജീവിക്കുന്നവരൊന്നും പ്രവാസികളല്ല ഇവർ, ചിലരുടെ കണി. അപ്പം ഗൾഫ് നാടുകളിൽ ജോലിക്ക് വേണ്ടിയിട്ട് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നൊരു നിബന്ധന വന്ന സമയത്ത്, ആ സമയത്താണ് നമ്മളിവിടെ 10ാം ക്ലാസ് ഓൾ പാസ്സാക്കിയത്. ചുമ്മാ എഴുതി ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി വെച്ചാൽ, പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ ജയിപ്പിച്ചു കൊടുക്കും. അതെന്തിനു വേണ്ടിയാണെന്ന് ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രത്യേക ജില്ലയ്ക്ക് വേണ്ടി ചെയ്തതാണ്, ഗൾഫിൽ പോകാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതിൻ്റെ അനുഭവിക്കുന്നത് എല്ലാ വിദ്യാർത്ഥികളാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം അവിടെ പോയി. ഇങ്ങനെ എല്ലാവരും 10ാം ക്ലാസ് ജയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവർക്ക് കൊടുക്കാനുള്ള +1 +2 സീറ്റ് വേണ്ടേ? ഇപ്പം എന്താ പുതിയ വിവാദം? മലപ്പുറത്തേക്ക് പുതിയ ഈ +1 +2 സീറ്റുകൾ കൂട്ടി അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടാണ്, ഒറ്റ കാര്യം കൊണ്ടാണ്. നിലവാരം അവിടെ പോയി, താഴ്ന്നു പോയി. അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്തിന് എന്തെങ്കിലും കുറ്റോ, മലപ്പുറത്തിന് ജില്ലേനെ അല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും മലപ്പുറം എന്ന് പറയാൻ പാടില്ല. ആ പേര് ഉച്ചരിക്കാൻ പാടില്ല. അത് അവർക്ക് കുറച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതാണ് സംഭവം. എന്തായാലും നമ്മുടെ മേയറൂട്ടിയുടെ വിവാദങ്ങൾ അടങ്ങുന്നില്ല. ഓരോ മണിക്കൂറിലും അത് കൂടുതൽ ആളിക്കത്തുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.